അടുത്തത് കൊടുവള്ളിയിൽ നിന്നും തത്സമയം. അങ്ങനെ നമ്മൾ കൊടുവള്ളിയിൽ എത്തിയിരിക്കുന്നു അല്ലേ? റൈറ്റ്. കൊടുവള്ളിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകൾ കാണുന്ന ഒരു സ്ഥലമാണ്. അതായത് 50 മീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ, 50 മീറ്റർ ഒന്നും വേണ്ട, 10 മീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അടുത്ത സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ജുവലറി കട കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പോകാം, നമുക്ക് എല്ലാവരെയും വിളിച്ചിറക്കാം അല്ലേ? കുട്ടിയെ കൂടി വിളിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി റിപ്പോർട്ട് കൊടുവള്ളിയിലേക്ക് എത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ കൊടുവള്ളിയിൽ പ്രത്യഭിവാദ്യങ്ങൾ വ്യാപാരികളുടെ അഭിവാദ്യങ്ങൾ. എവിടെയാ നിൽക്കുന്നത്? കൊടുവള്ളിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രതിനിധികളൊപ്പമുണ്ട്, നാട്ടുകാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവിടുത്തെ നേതാവാരാണ്. അപ്പോൾ നമ്മൾ ഈ വിപത്തിനെ തുടച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തുടങ്ങിയ യാത്ര കൊടുവള്ളിയിൽ എത്തി നിൽക്കുകയാണ്. കൊടുവള്ളിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ പ്രതിനിധികൾ, ചെറുപ്പക്കാരും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളൊക്കെ ഉണ്ട് നമുക്കൊപ്പം. ഈ വിപത്തിനെ നമുക്ക് തുടച്ചു മാറ്റണം. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇത്തരം ഒരു വിപത്തിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന റിപ്പോർട്ടർ ടിവിക്കും ഡോക്ടർ അരുൺകുമാറിൻ്റെ ടീമിനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി തന്നെ നമ്മളോട് ഈ പരിപാടിക്ക് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്നിങ്ങനെ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർവഹിക്കുകയും ചെയ്തു. ഡോക്ടർ അരുൺകുമാർ താമരശ്ശേരിയിൽ നിർവഹിച്ചില്ലേ? ഓക്കെ. കോഴിക്കോട് കമ്മിറ്റിയുടെ ഉദ്ഘാടനം താമരശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ നിർവഹിച്ചു. അപ്പോൾ എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മൾ നേരുന്നു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. സർക്കാരും ഈ സഭ നിർത്തിവെച്ചാണ് വിഷയം ചർച്ച ചെയ്തത്. അപ്പോൾ ഏപ്രിലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വലിയ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗൗരവം സർക്കാരും ഉൾക്കൊള്ളുകയാണ്. നമുക്കിപ്പോൾ ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് രാസലഹരി അതിനോട് ചേർത്ത് വയ്ക്കുക എന്നാണ് അക്രമം എന്ന ലഹരി. അപ്പോൾ ഈ ഒരുപാട് കേസുകളായില്ലേ? ഇപ്പോൾ കോഴിക്കോട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്രത്തോളം റിപ്പോർട്ടുകൾ, അത് ഏതെങ്കിലും മേഖല കേന്ദ്രീകരിച്ച് കൃത്യമായി അങ്ങനെ സൂചിപ്പിക്കാൻ പറ്റുമോ രഞ്ജിത്ത്? മേഡം, അങ്ങനെ ഒരു മേഖല കേന്ദ്രീകരിച്ച് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഈ MDMA എന്ന് പറയുന്ന രാസലഹരിയുടെ ഉപയോഗത്തിൻ്റെ വർധനയാണ് ഓരോ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ മദ്യത്തിൻ്റെ ഉപയോഗം, അത് കഴിഞ്ഞ് കഞ്ചാവായിരുന്നു ഒരു സീസണിൽ. കഴിഞ്ഞൊരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കിടയിൽ കഞ്ചാവിൻ്റെ ഉപയോഗം വലിയ തോതിലുണ്ടായിരുന്നു. ഈ MDMA പോലുള്ള രാസലഹരികൾ, സിന്തറ്റിക് ആയിട്ടുള്ള ഈ സ്റ്റാമ്പ് പോലുള്ള സാധനങ്ങൾ ബംഗളൂരുവിൽ പോയി അല്ലെങ്കിൽ ഗോവയിൽ പോയി പാർട്ടി അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയിൽ ഇത് വലിയ തോതിൽ കേരളത്തിലേക്ക് വരുന്നു. അതിൻ്റെ ഉപയോഗം കുട്ടികളിൽ പോലും 10ാം ക്ലാസ്സിലെയും +1ലെയും ഒക്കെ കുട്ടികളിൽ പോലും വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ സ്വാധീനം കൊണ്ട് ഈ ലഹള പോലുള്ള അക്രമം പോലുള്ള മാർഗങ്ങളിലേക്ക് കുട്ടികൾ പോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സോഴ്സ് കൂടുമ്പോൾ, ഉറവിടം കിട്ടുന്ന ലഭ്യത കൂടുമ്പോഴാണ് ആവശ്യക്കാരും കൂടുന്നത്. കാരണം ലഹരിക്ക് എല്ലാ കാലത്തും ആവശ്യക്കാരുണ്ട്. അത് ഏതെങ്കിലും ഒരു ലഹരിയാണ്, ഒന്നെങ്കിൽ മദ്യം അല്ലെങ്കിൽ കഞ്ചാവ്, ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ ഈ MDMA എന്ന് പറയുന്ന ലഹരിക്ക് കൂടുതൽ ഉറവിടങ്ങൾ ഉണ്ടാകുന്നു, ലഭ്യത വർദ്ധിക്കുന്നു. അപ്പോൾ അതിലേക്ക് ആളുകൾ പോകുന്നു. ഇത് കുറച്ചുകൂടി ചീപ്പായി വരുന്നു. MDMAക്ക് തുടക്കത്തിലുണ്ടായിരുന്നപ്പോൾ 1 ഗ്രാമിൻ്റെ വില, ആ വില കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ ആ വിലയിൽ ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ പോലും ഇതിലേക്ക് വരികയും അവർ കാരിയേഴ്സായി മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് നമ്മളെ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ അതിലെൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലഹരി ഇല്ലാത്ത ആളുകളുണ്ടാവില്ല. നിർബന്ധമായും ഒരു ലഹരി ഉണ്ടായിരിക്കണം. അതിൽ ജീവിതത്തിൽ പോസിറ്റീവായ ലഹരികൾ എന്തൊക്കെയാണെന്നില്ല. അപ്പോൾ മാഡത്തിൻ്റെ ജീവിതത്തിൽ ലഹരി ഉണ്ടാവില്ല, ജീവിതം അതെന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആനോ സാറൊക്കെ ഉണ്ട്, എന്താണ് നമ്മുടെ ലഹരി എന്നൊന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതൊരു എന്താ പറയുക, ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണാമെന്നുള്ളൊരു സാധനമുണ്ട്. നമ്മുടെ ലഹരി ഇപ്പോൾ തൽക്കാലം നമ്മുടെ ജോലി തന്നെയാണ്. അതെ, നമ്മുടെ ജോലി ഒരു ലഹരിയായി നമ്മൾ കൊണ്ടു നടക്കുന്നു. അതല്ലാതെ നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളുണ്ട്, അതിനുള്ള സമയമില്ലാത്ത രീതിയിൽ നമ്മൾ ഈ ലഹരി നമ്മൾ കൊണ്ടു നടക്കുകയാണ്.